കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 ഓൾമോസ്റ്റ് ബാങ്ക് ഇൻഷുറൻസ് എക്സാംസ് എല്ലാം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നായിരുന്നു നമ്മുടെ RRB ക്ലർക്ക് മെയിൻസ് എക്സാം നടന്നത്. ഇന്ന് കുറേ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് എക്സാം എഴുതിയ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ബാങ്കിങ് അവയർനെസ് ഉള്ള ഒരു സാധനം മാറി ഫുള്ള് ജനറൽ അവയർനെസ് ഉള്ള ഒരു സെറ്റപ്പിലോട്ട് നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ ഈ ജനറൽ അവയർനെസ് GA നമ്മൾ വിളിക്കുന്ന ഒരു സെഷൻ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ബാങ്കിങ്, ഫിനാൻസ്, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ് സ്റ്റാറ്റിക്, ജോഗ്രഫി, പൊളിറ്റി അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നല്ല, ഇപ്പോൾ ഈ വർഷം നടന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനകത്ത് ഇതായിരുന്നു സംഭവം അല്ലേ. അതായത് നമ്മളൊരു CGL പ്രിപ്പയർ ചെയ്യുന്ന പോലെ, പക്ഷേ ഹിസ്റ്ററി, ഭയങ്കര ഡീപ്പായിട്ടുള്ള ജോഗ്രഫി അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അത്യാവശ്യം പരന്ന രീതിയിൽ എല്ലാ സംഭവത്തിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്പോർട്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അവാർഡ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ആർട്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ ചോദിച്ചിട്ടുണ്ട്, മൗണ്ടെയിൻസ് ചോദിച്ചിട്ടുണ്ട്. GA ടാഗ് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ട് ഒരു പരന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്ന ഡേറ്റ് ഫോക്കസ് ചെയ്തോ, ഇന്ന ടോപ്പിക്ക് ഫോക്കസ് ചെയ്തോ അങ്ങനെയൊന്നുമില്ല. ഈവൻ ഗവൺമെൻറ് സ്കീംസ് ഉൾപ്പെടെ ഗവൺമെൻറ് സ്കീംസിൻ്റെ ഡേറ്റ്, ലോഞ്ച് ചെയ്ത ഡേറ്റ്, ഏത് ഡേറ്റ് ഒരു എക്സ്റ്റൻഡ് ആണ്, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനകത്ത് മാക്സിമം അല്ലെങ്കിൽ മിനിമം എത്ര മെമ്പേഴ്സ് വേണം. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിലോട്ട് ക്വസ്റ്റ്യൻസ് മാറുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, ആ ലെവലിലോട്ട് മാറ്റണം. ഓക്കെ, കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് നമുക്ക് ഒരു ബാങ്കിങ് അവയർനെസ് മാത്രം ഫോക്കസ് ചെയ്ത കുറച്ച് നോട്ട്സും PDF-കളൊക്കെ കറണ്ട് അഫേഴ്സ് സോർട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കണ്ടവനെ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രിപ്പറേഷൻ മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി മെയിനായിട്ട് കണ്ടൻറ്റ് ചെയ്യുന്നത് വേറെ കാര്യം പറയാനായിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ഈ വർഷത്തെ 2025 നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ് എല്ലാം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാംസ് എല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടിലായിരിക്കും മിക്കവരും ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ വർഷം കയറിപ്പോവും. അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ വർഷം കയറിപ്പോവും. നമുക്ക് ഈ വർഷം ചില കാരണങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഒന്നും പേടിക്കണം, നമുക്ക് കണ്ടമാന വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, കണ്ടമാന എക്സാംസ് ഉണ്ട് 2026 വരാൻ പോകുന്ന എക്സാംസിന്. ഓക്കെ, ഇൻഡിവിജ്വൽ എക്സാംസിൻ്റെ വേക്കൻസിയുടെ കാര്യമില്ല ഞാൻ പറയുന്നത്. ഓവറോൾ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ കയറിപ്പോകാനുള്ള വേക്കൻസി ഓവറോൾ എല്ലാ എക്സാമും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും. ഓക്കെ, ഒരാൾക്ക് ഒരു എക്സാമിലേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വേക്കൻസിയിൽ ഒരാൾ ഈ വർഷം പ്ലേസ്ഡ് ആവുള്ളൂ. ബാക്കി വേക്കൻസിയിൽ കയറാനുള്ള ആൾക്കാർ ഓൾറെഡി കറണ്ടിലൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്കിനി അപ്കമിങ് ആയിട്ട് വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി എക്സാമിൻ്റെ കലണ്ടറൊക്കെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് കറൻ്റ് വന്ന് നിൽക്കുന്ന 2 നോട്ടിഫിക്കേഷൻസ് ഇല്ല, നിങ്ങൾ അപ്ലൈ ചെയ്തായിരുന്നു അതെല്ലാം. അതായത് നബാർഡിൻ്റെ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. February 3 അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം സാലറി ഉണ്ട്, അറൗണ്ട് ഇൻ ഹാൻഡ് 43 സംതിങ് കണ്ട് കയ്യിൽ വരുന്നൊരു പോസ്റ്റാണത്, നബാർഡ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ്. നമ്മുടെ ഈ LIC ഡെവലപ്മെൻറ്റ് ഓഫീസർ പോലെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ബിസിനസ് പിടിക്കുന്ന ജോബല്ല, ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ വേറെയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് കണ്ടിട്ട് നിങ്ങൾ തെറ്റിയിരിക്കൊന്നും വേണ്ട, എല്ലാവരും കയറി അപ്ലൈ ചെയ്തോളാം. ഓക്കെ, അതുപോലെ SBIയുടെ സർക്കിൾ ബേസ്ഡ് ഓഫീസർ, അതായത് അറൗണ്ട് PO ലെവൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. ഇത് ഞാൻ പറഞ്ഞില്ല PO ലെവലാണ്. അപ്പോൾ സാലറി ഉണ്ട്, ആ സ്കെയിലാണ് സാലറി വരുന്നത്. നമുക്ക് കേരളത്തിൽ വരുന്ന വേക്കൻസിയുടെ എണ്ണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കിയാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. February 18 വരെയാണ് എൻ്റെ ഡേറ്റ് കിടക്കുന്നത്, അപ്ലൈ ചെയ്തോളാം. അതുപോലെ തന്നെ RBI ഓഫീസ് അറ്റൻഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിടപ്പുണ്ട്. അത് പക്ഷേ ഡിഗ്രി ഉള്ളവർക്ക് പറ്റില്ല, 10th ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കുള്ളതാണത്. അപ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷനിലൂടെ വായിച്ച് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ആ സാധനം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതും അത്യാവശ്യം സാലറി ഉണ്ട്. RBI ഓഫീസ് അറ്റൻഡർ എന്ന് പറഞ്ഞുകൊണ്ടല്ല, ശേഷം ഒരു 10-45 മേളിൽ 10-45 അറൗണ്ട് സാലറി വരുന്നൊരു സാധനമാണ് RBI ഓഫീസ് അറ്റൻഡർ, ഓഫീസ് അറ്റൻഡൻറ്റ്. ഓക്കെ, ഇനി ഇത്രയാണ് കറൻ്റ് വന്ന് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പോൾ കറൻ്റ് നടക്കുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. ECCPയുടെ എക്സാം കഴിഞ്ഞെന്ന് തോന്നുന്നു, ജനുവരിയിലായിരുന്നു അതിൻ്റെ എക്സാം, അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ OICLൻ്റെ ആണെന്ന് തോന്നുന്നു, AOയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് ഇപ്പം നടക്കാൻ പോകുന്നു, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി കഴിഞ്ഞ വർഷം നടന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം നടന്ന പോലെ ഇനി ഏതൊക്കെ എക്സാംസ് വരാനുണ്ടെന്ന് നോക്കിയതിന് ശേഷം
പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളല്ലാതെ എക്സാം വരുമ്പോൾ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ പോലെ തന്നെ നമ്മൾ സെലക്ട് ആവാണ്ട് വീണ്ടും അടുത്ത വർഷം നോക്കിയിരിക്കേണ്ടി വരും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് സെറ്റായിട്ടിരിക്കാം. എക്സാം വരുന്നു, നമ്മൾ എക്സാം എഴുതി ജോലിക്ക് കയറുന്നു. ഓക്കെ, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ഇനി കലണ്ടർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യാറ്, എന്നാലും ജസ്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിനി IBPS PO വരും, IBPS ക്ലർക്ക് വരും, IBPS RRB PO വരും, IBPS RRB ക്ലർക്ക് വരും. ഇതെല്ലാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ഓഗസ്റ്റ് തൊട്ട് ഇതിൻ്റെ എക്സാംസ് തുടങ്ങുകയാണ്. ഓക്കെ, ഓഗസ്റ്റ് വരെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈമുണ്ട്. പ്രിലിംസും പ്ലസ് മെയിൻസും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോളാം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വീണ്ടും പറയുന്നില്ല. ഓക്കെ, എപ്പോഴാണ് പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓഗസ്റ്റ് തൊട്ട് പരിപാടി തുടങ്ങും. ഓഗസ്റ്റ് തൊട്ട് പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിലിംസുകൾ നടന്നുകൊണ്ടിരിക്കും. ഒരു മാസം കഴിയുമ്പോൾ തന്നെ മെയിൻസുകൾ നടക്കും. ഓക്കെ, കൃത്യം ഒരു മാസം പ്രിലിംസ് കഴിഞ്ഞു, കൃത്യം ഒരു മാസം കഴിയുമ്പോൾ തന്നെ മെയിൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു മാസം കൊണ്ട് മെയിൻസിൽ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു മാസം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കില്ല അല്ലേ. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസങ്ങളുമായിട്ട് നമ്മുടെ ഈ IBPS PO, IBPS ക്ലർക്ക്, IBPS RRB PO, RRB ക്ലർക്ക് തുടങ്ങിയ എക്സാംസിൻ്റെ എല്ലാം പ്രിലിംസും മെയിൻസൊക്കെ നടക്കും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ കൂടെ നടക്കാൻ പോകുന്ന ഒരു എക്സാമാണ് നമ്മുടെ SBI PO, SBI ക്ലർക്ക്. SBI PO, SBI ക്ലർക്ക് ഇതിന് മുമ്പത്തെ വർഷം, അത് 2025 POയുടെ പ്രിലിംസ് നടന്നത് ഓഗസ്റ്റിലും മെയിൻസ് നടന്നത് സെപ്റ്റംബറിലുമാണ്. ക്ലർക്കിൻ്റെ പ്രിലിംസ് നടന്നത് സെപ്റ്റംബറിലും മെയിൻസ് നടന്നത് ഒക്ടോബറിലുമാണ്. മെയിൻസിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ള വെയിറ്റിംഗ് ആണല്ലേ. മെയിൻസിൻ്റെ റിസൾട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്ന് അറിയാം. എന്നാലും SBI കിടക്കണം. അപ്പോൾ എത്ര എക്സാമായി? IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക് 6 എക്സാംസ് എല്ലാ വർഷങ്ങളായിട്ട് നടക്കും. പ്ലസ് ഓക്കെ, ഇത്രയും ബാങ്ക് മാത്രമാണ്. ഇനി പ്ലസ് കിടക്കുവാണ് എക്സാംസ്. ബാങ്ക് മാത്രമായിട്ട് വരുന്ന എക്സാമിനേക്കാളും കൂടുതൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ എക്സാംസ് ഉണ്ട്. ഓക്കെ, ഈ വർഷം തന്നെ, ഈ 2025 തന്നെ എത്ര എക്സാം നടന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവരെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ വർഷവും വിളിക്കുന്നതാണ്. ചിലർ മാത്രം എല്ലാ വർഷവും വിളിക്കത്തില്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആദ്യം നോക്കാനുള്ളത് NACL AO. ഓക്കെ, NACL AOയും NACL അസിസ്റ്റൻറ്റും 2025 നോട്ടിഫിക്കേഷൻ. പ്രിലിംസ് ഞാൻ നോട്ടിഫിക്കേഷൻ ഡേറ്റ് അല്ല കേട്ടോ, പ്രിലിംസ് ഡേറ്റും മെയിൻസ് ഡേറ്റും ഞാൻ എഴുതിയിരിക്കുന്നത്. ജൂലൈയിലാണ് പ്രിലിംസ് നടന്നത്, ഓഗസ്റ്റിൽ മെയിൻസ് നടന്നത്. അപ്പോൾ നോക്കി, ഇത് നടന്ന സമയത്ത് തന്നെ എന്ത് നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ IBPS PO അതിൻ്റെയൊക്കെ പ്രിലിംസ് മെയിൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് തന്നെ. അതുപോലെ NACL അസിസ്റ്റൻറ്റ് വന്നത് സ്റ്റാർട്ടിങ്ങിലാണ്, 2025 സ്റ്റാർട്ടിങ്ങിൽ ജനുവരി മാർച്ചിലായിട്ടാണ് അതിൻ്റെ പരിപാടി തീർന്നത്. അടുത്ത NACL AO അത് സെപ്റ്റംബറിൽ പ്രിലിംസ് നടന്നു, ഒക്ടോബറിൽ മെയിൻസ് നടന്നു. ഇനി NACL അസിസ്റ്റൻറ്റ് അത് ജനുവരി തുടങ്ങി മാർച്ചിൽ മെയിൻസായിട്ട് പരിപാടി തീർന്നു. അടുത്തത് UIACI യുണൈറ്റഡ് ഇൻഷുറൻസ് അത് 2024 ഡിസംബറിലാണ് സംഭവം തുടങ്ങിയത്, അതായത് എക്സാം. എനിക്കൊന്ന് സിംഗിൾ എക്സാം ഉണ്ടായെന്ന് തോന്നുന്നു UIAC. അവൻ അസിസ്റ്റൻറ്റ് ഫെബ്രുവരിയിലാണ്, 2024 ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞത്. സോ അതിന് കിടക്കുന്നതാണ് 2025 വിളിച്ചിട്ടില്ല. സോ ഈ വർഷം 2026 വരുമായിരിക്കും, നമുക്കറിയത്തില്ല. വരുവാണെങ്കിൽ ഓക്കെ, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അല്ലേ വന്നില്ലെങ്കിലും ഓക്കെ, വന്നാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് പിന്നെ അടുത്ത് OICL AO ആണ്. OICL AO ജനുവരി 2026 അതിൻ്റെ പ്രിലിംസ് നടന്നത്. ഫെബ്രുവരി മെയിൻസ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. OICL അസിസ്റ്റൻ്റ് പരിപാടി കഴിഞ്ഞായിരുന്നു. സെപ്റ്റംബർ 7 പ്രിലിംസ് 2025 നടന്നത്. ഒക്ടോബർ 28 2025 മെയിൻസ് എക്സാം നടന്നു. അപ്പോൾ നിങ്ങൾ നോക്കി, ജൂലൈക്ക് ശേഷം പ്രിലിംസുകൾ നടക്കുന്നു, കൃത്യം ഒരു മാസത്തോടുകൂടി അതിൻ്റെ മെയിൻസ് നടക്കുന്നു. അപ്പോൾ നമുക്കിനി ജൂലൈ വരെ സമയമുള്ളൂ. ഇപ്പം ജനുവരി കംപ്ലീറ്റ് ആയി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എത്ര മാസമുണ്ട്? കൃത്യം ഒരു 6 മാസം. ഇന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യം ഒരു 6 മാസത്തെ പരിപാടിയുണ്ട്. 6 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങളൊക്കെ വിട്ടേക്കുക, അതൊക്കെ വിട്ടേക്കുക. ഓക്കെ, കഴിഞ്ഞ വർഷം നടന്ന നല്ല കാര്യങ്ങളൊക്കെ ഓക്കെ, നമുക്ക് നടന്ന മിസ്റ്റേക്സിലൊക്കെ നമുക്കൊരു ലെസണാണ്. ആ ലെസൺസ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് സെറ്റായിട്ടിരിക്കുക. 6 മാസം കാലവളിച്ചടക്കരുത്. 6 മാസമൊക്കെ പെട്ടെന്ന് പോകും. നമ്മൾ വിചാരിക്കും 6 മാസം ഉണ്ട് ഇരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിക്കും, സമയം പെട്ടെന്ന് അങ്ങ് പോകും. ഓക്കെ, 6 മാസമൊക്കെ കണ്ണടച്ച് കൊടുക്കുന്ന പോലെ പോകും. ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ ടൈമിൽ തന്നെ ഇതുപോലത്തെ ഒരു കണ്ടൻറ്റ് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നു. ഓക്കെ, അന്ന് നമ്മൾ സ്റ്റഡി ഗ്രൂപ്പൊക്കെ തുടങ്ങി ഒന്നൊന്ന് മൂവിങ്ങായി വന്നതായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാവരും ഇനി സമയമുണ്ടല്ലോ, നമ്മളിപ്പോഴേ കഷ്ടപ്പെടേണ്ട ഒരു സെറ്റപ്പ് എന്തിനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരങ്ങ് ഉഴപ്പി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, പക്ഷേ ഈ വർഷം അതുപോലെ തന്നെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ വൈസ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട്. ഓക്കെ,
ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഇനിയുള്ള സമയം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി SBPയുടെ കാര്യം പറഞ്ഞു, SBP ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ GIC അസിസ്റ്റൻറ്റ്മാരുടെ എക്സാം നടന്നായിരുന്നു. 2025 ജനുവരിയിലാണ് നടന്നത്. സോ അതായത് 2024 നോട്ടിഫിക്കേഷൻ വന്നത്, 2025 ജനുവരിയിലാണ് എക്സാം നടന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള സൈക്കിളിൻ്റെ പരിപാടി ഇതുവരെ വന്നിട്ടില്ല. സോ അത് വെയിറ്റിംഗ് ആണ്, വരാം. ഓക്കെ, ചിലപ്പോൾ വരും. അതായത് നബാർഡ് ഗ്രേഡയുടെ പ്രിലിംസ് നടന്നത് ഡിസംബർ 2025, മെയ് 2026 നടന്ന്. ഓക്കെ, ഇനി സെബി ഗ്രേഡ് എന്നൊരു എക്സാം ഉണ്ട്. അതിൻ്റെ എക്സാം കറൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ RBI ഗ്രേഡ് ബി, അതിൻ്റെ എക്സാം ഒക്ടോബർ 2025 പ്രിലിംസും ഡിസംബർ 2025 മെയിൻസും കഴിഞ്ഞു. ഇനി RBI അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അത് 2023 ഇതിനു മുമ്പ് നടന്നത്. 2023 നവംബർ ഡിസംബറിലാണ് ലാസ്റ്റ് നടന്നത്. 2024 നടന്നിട്ടില്ല, 2025 നടന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ വരുമായിരിക്കും, നമുക്കറിയത്തില്ല. ഓക്കെ, ഇനി പിന്നെ ECGC നമ്മുടെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ PO എക്സാം ജനുവരിയിൽ നടന്നായിരുന്നു. എനിക്ക് ഒറ്റ എക്സാം ബാക്കി ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഉണ്ട് ഇവിടെ ESICയുടെ എക്സാംസ് ഉണ്ട്. ESIC UDC എന്നൊക്കെ പറഞ്ഞ എക്സാം ഉണ്ട്. പക്ഷെ അത് വന്നിട്ടില്ല. എനിക്കത് 2 വർഷമായത് വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ESIC UDC എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. പിന്നെ LIC AA അത് നടന്നത് ഒക്ടോബർ 2025 പ്രിലിംസ് നടന്നു, നവംബർ 2025 മെയിൻസ് നടന്നു. അപ്പോൾ നോക്കി, ഞാൻ ഏകദേശം റഫായിട്ടൊരു നമ്പർ ഇട്ടേക്കുന്നത് 22 ആണ്. നമുക്ക് ഏകദേശം 22 എക്സാംസുകളാണ് ഈ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ഓരോ എക്സാമിൻ്റെ വേക്കൻസി നോക്കി നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. നിങ്ങൾ ഓവറോൾ വേക്കൻസി നോക്കിയാൽ മതി. ഓക്കെ, ഓവറോൾ വേക്കൻസി നോക്കിയാൽ മതി. ഓരോ വേക്കൻസിയുടെ അല്ലെങ്കിൽ SBI ക്ലർക്ക് വന്നു, വേക്കൻസി കുറവാണ്, ടെൻഷൻ അടിച്ചു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വേണ്ട. ഇതേ പാറ്റേണിൽ തന്നെയല്ലേ ബാക്കി എക്സാംസും കിടക്കുന്നത്. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ പോസ്റ്റിൽ ജോയിൻ ചെയ്തങ്ങ് പോകും. ഓക്കെ, യൂഷ്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ടുകൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇവർ അസിസ്റ്റൻറ്റ് ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം. അടുത്ത POയുടെ അതായത് അതിന് ഹയർ പോസ്റ്റുകളുടെ റിസൾട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും, അതങ്ങ് വിട്ടിട്ട് എന്ത് ചെയ്യും, കോമ്പൻസേഷൻ അടച്ചിട്ട് അവർ ആ പോസ്റ്റിലോട്ട് അങ്ങ് ജോയിൻ ചെയ്യും. അപ്പോൾ അത് വേക്കൻ്റ് ആവും. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ആളെടുക്കും അങ്ങനെ. പക്ഷേ അതിന് കറൻറ്റ്ലി ഇനിയിപ്പോൾ ഈ വർഷം അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈക്കിളും ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം POയുടെ റിസൾട്ട് വരും, അതായത് ഓഫീസർ ലെവൽ AO അതിൻ്റെ എല്ലാം റിസൾട്ട് വരും. അതിന് ശേഷം എന്തിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ, അസിസ്റ്റൻറ്റ് റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ഓക്കെ, പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2026 തൊട്ട് വരുന്ന നമ്മുടെ ബാങ്ക് ഇൻഷുറൻസിൻ്റെ എക്സാംസിൻ്റെ എല്ലാം ആൻസർ കീ CGLന് ശേഷം നമുക്ക് ആൻസർ കീ തരത്തില്ല. അതേപോലെ തരുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. നടപ്പിലാവും എന്നുള്ള കാര്യം അറിയത്തില്ല. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള സമയം ജൂലൈക്ക് ശേഷം പുതിയ കാര്യങ്ങൾ പഠിക്കാവുന്ന സമയമില്ല. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം, പക്ഷേ ജൂലൈക്ക് ശേഷം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം ഉണ്ടാകത്തില്ല. അടപടൽ എക്സാം ആയിരിക്കും. അടപടൽ എക്സാം നിങ്ങളപ്പോൾ മോക്ക് എക്സാം വരുന്നതിൻ്റെ തിരക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ ജൂലൈ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാത്സ് ക്വാണ്ട് സെറ്റാക്കുക, റീസണിങ് സെറ്റാക്കുക, ഇംഗ്ലീഷ് സെറ്റാക്കുക, പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ് സെറ്റാക്കുക, സ്ട്രാറ്റജിക്കുകൾ സെറ്റാക്കുക. സ്ട്രാറ്റജിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടൊന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഒരു പരന്ന രീതിയിൽ എല്ലായിടത്തും തൊട്ടും തലോടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജിക്ക്, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള അവയർനെസ്, പിന്നെ എന്താ പറയുക, അവാർഡ്, സ്പോർട്സ്, നാഷണൽ പാർക്കുകൾ, മൗണ്ടെയ്ൻസ്, ഡാമുകൾ, ഗവൺമെൻറ് സ്കീംസ്, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നിങ്ങളൊരു ജൂലൈ ആകുമ്പോഴത്തേനും സ്റ്റാറ്റിക് ആയിട്ടുള്ള പരിപാടികളെല്ലാം നിങ്ങൾ തീർക്കാൻ നല്ലതാണ്. ജസ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ വായിച്ച് റിവൈസ് ചെയ്ത് സെറ്റായിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാംസും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഏതെങ്കിലും എക്സാംസിനെ പറ്റി ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ എക്സാംസിൻ്റെ എല്ലാം ഒരു ഷെഡ്യൂള്, ഈ മേളിൽ കിടക്കുന്ന എല്ലാം കറക്റ്റ് ഷെഡ്യൂളാണ്. അതായത് നമ്മുടെ IBPS PIPS ക്ലർക്ക്, RVP ക്ലർക്ക്, ഇതെല്ലാം കറക്റ്റ് ഷെഡ്യൂളാണ്. ആ സമയത്ത് തന്നെ നടക്കും. ഞാൻ ഡേറ്റ് ടു ഡേ എഴുതിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് കലണ്ടർ നോക്കിയാൽ മതി. പിന്നെ എഴുതിയിരിക്കുന്നതെല്ലാം ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ നടന്ന ഡേറ്റുകളാണ്. അപ്പോൾ ഈ വർഷം ഈ ഡേറ്റ് തന്നെ നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഏർലിയും വരാം, ചിലപ്പോൾ ലേറ്റും ആവും. ലേറ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം ഈ പരീക്ഷകളൊക്കെ നടന്ന ആ ഒരു സമയം, ഏതാ സമയം പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല, ജൂലൈക്ക് ശേഷം പരീക്ഷ തുടങ്ങുവാണ്. ജൂലൈക്ക് ശേഷം പ്രിലിംസുകൾ തുടങ്ങുവാണ്. കൃത്യം 1 മാസത്തിന് ശേഷം മെയിൻസുകൾ നടക്കും.
അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ എക്സാംസിൻ്റെ എല്ലാം പേര് നിങ്ങളുടെ പഠിക്കാനിരിക്കുന്ന മുറിക്കകത്ത് ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുകയോ പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ട് ഒട്ടിക്കുക എന്താ വെച്ചാൽ ചെയ്യാം. ഈ എക്സാമുകളുടെ കാര്യമൊന്നും മറന്നു പോകരുത്. ജൂലൈക്ക് ശേഷം നിലത്ത് വെക്കാൻ സമയം ഉണ്ടാവില്ല. പ്രിലിംസുകൾ നടക്കും, അതിൻ്റെ പുറകെ മെയിൻസുകൾ നടക്കും. പ്രിലിംസ് റിസൾട്ട് വന്നാലും നിങ്ങൾ മെയിൻസിന് പഠിച്ചു പോകത്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആദ്യമേ പഠിച്ച് സെറ്റായിരിക്കുന്നവർ എന്താവും, ആ വർഷം തന്നെ കയറിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വിട്ടേക്കുക. അതിൻ്റെ ഒന്നും അന്ന് ഓർക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം നമുക്ക് സംഭവിച്ച അബദ്ധങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം ലെസൺസ് ഉൾക്കൊണ്ട് ഈ വർഷം എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാവരും ജോലിക്ക് കയറുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. സ്റ്റഡി ഗ്രൂപ്പ് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലാണ്, അടുത്ത് ജോയിൻ ചെയ്യുക. വർക്ക് റിലേറ്റഡ് തിരക്കായതുകൊണ്ട് അധികം എപ്പോഴും എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും തരാൻ പറ്റാറില്ല. സോ ഇത്തവണ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ്സ് തരാനും ക്ലാസ്സസ് ഇടാനൊക്കെ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു. ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.